പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന് ചുവന്ന പെയിന്റ് അടിക്കാൻ ശ്രമം. പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഓഫീസ് തന്റെ സ്വത്താണെന്നും ഇതിന് രേഖയുണ്ട് എന്നുമാണ് മോഹൻകുമാറിന്റെ വാദം. കോട്ടായിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ CPM-ൽ ചേർന്നതിന് പിന്നാലെ പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായത്. അത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണോ? സംഘർഷം ഇപ്പോഴുമുണ്ടോ അവിടെ? തീർച്ചയായും വിജയകുമാർ. അതായത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു മോഹൻകുമാർ ഏതാനും മാസങ്ങളായി വലിയ അകൽച്ച DCC നേതൃത്വത്തോടും അവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരോടും തുടർന്നു വരികയായിരുന്നു. ഈ കോൺഗ്രസിലെ ചില മണ്ഡലം ഭാരവാഹികളെ ബ്ലോക്ക് ഭാരവാഹികളൊക്കെ പ്രഖ്യാപിച്ചതിൽ വലിയ അതൃപ്തി മണ്ഡലം പ്രസിഡന്റായ മോഹൻകുമാറിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ കൺവെൻഷനൊക്കെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മോഹൻകുമാർ CPIM-ലേക്ക് അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ഭാരവാഹികളെയും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികളെയും ഒക്കെ കൂട്ടി ഏതാണ്ട് 100ഓളം വരുന്ന ആളുകളെ കൂട്ടി CPIM-ലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ആ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കോൺഗ്രസ് ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. കോൺഗ്രസ് ഓഫീസിന് ചുവന്ന പെയിന്റ് അടിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഈ ഓഫീസ് തന്റെ പേരിലാണ്, തന്റെ സ്വത്താണ് എന്നാണ് മോഹൻകുമാറിന്റെ വാദമുള്ളത്. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോട്ടായുടെ മറ്റു പല മേഖലകളിൽ നിന്നും വന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇത് തടയാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും അവിടെ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ എഗ്രിമെന്റ് ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കില്ല. ഈ സ്ഥലം ഒരു കാരണവശാലും ഈ ഓഫീസ് വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. കൂടുതൽ CPIM പ്രവർത്തകർ ഈ കൊട്ടായിലെയും അതുപോലെ തന്നെ കോഴമംഗലത്തു നിന്നും പരിസര പ്രദേശത്തു നിന്നും ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് ഒരു രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഒരു ചർച്ചയിലേക്ക് കടക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടായിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് മോഹൻകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന പ്രവർത്തകരാണ്, ബ്ലോക്ക് ഭാരവാഹികൾ അതുപോലെ തന്നെ DCC ഭാരവാഹികൾ അടക്കം ചില ആളുകൾ ഒക്കെയാണ് ഇപ്പോൾ രാജിവെച്ച് കോൺഗ്രസ് വിട്ട് CPIM-ൽ ചേർന്നിരിക്കുന്നത്. ഓഫീസ് തൻ്റെ പേരിലാണ്, അത് തൻ്റെ സ്വത്താണ് എന്നും അതിന് രേഖയുണ്ട് എന്നുമാണ് മോഹൻകുമാർ വാദിക്കുന്നത്. അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മോഹൻകുമാർ. അദ്ദേഹത്തോടൊപ്പം നിരവധി പ്രവർത്തകരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്നിട്ടുണ്ട്. ആ പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം തടഞ്ഞു. അവിടെ സംഘർഷം തുടരുകയാണ്.